ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. പന്നികളെ മേയിച്ചു കൊണ്ടിരുന്നവർ ഈ സംഭവം കണ്ട് ഓടിച്ചെന്ന് പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലും വിവരം അറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. പിശാചുബാധയിൽ നിന്നും വിമോചിതനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ കാൽക്കലിരിക്കുന്നത് കണ്ട് അവർക്ക് ഭയമായി. പിശാചുബാധിതൻ എങ്ങനെ സുഖപ്പെട്ടു എന്ന് അത് കണ്ട ആളുകൾ അവരെ അറിയിച്ചു. തങ്ങളെ വിട്ടുപോകണമെന്ന് ഗരസേനരുടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാവരും അവനോട് അപേക്ഷിച്ചു. കാരണം അവർ വളരെയേറെ ഭയന്നിരുന്നു. അവൻ വഞ്ചിയിൽ കയറി മടങ്ങിപ്പോന്നു. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. ഗലീല കടലിനോട് ചേർന്ന ഗരസേന എന്ന നാട്ടിലെ ഒരു വിജനമായ കുന്നിൻപുറം. ആ വിജനപ്രദേശത്ത് പന്നികളെ മേയിക്കുന്നവരും പിന്നെ വളരെ കാലമായി വസ്ത്രമൊന്നും ധരിക്കാതെ മനുഷ്യരാരും സാധാരണയായി കടന്നു ചെല്ലാത്ത ശവക്കല്ലറകളിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു പൈശാചിക ശക്തിയാൽ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനും മാത്രമുള്ള വിജനമായ ഒരു പ്രദേശത്തേക്കാണ് യേശുവും ശിഷ്യന്മാരും തങ്ങളുടെ വളരെ കോളിളക്കം നിറഞ്ഞ രാത്രിയിലെ വഞ്ചിയിലെ യാത്രയ്ക്ക് ശേഷം എത്തിയിരിക്കുന്നത്. യേശു ആ പിശാചുബാധിതനെ തൻ്റെ ശക്തിയാൽ തൻ്റെ മുന്നിലേക്ക് വരുത്തുകയും തൻ്റെ അധികാരത്താൽ ലെഗിയോൻ എന്ന ഒന്നിലധികം പൈശാചിക ശക്തികളെ അവരുടെ തന്നെ അപേക്ഷയാൽ പന്നികളിലേക്ക് മാറ്റി പ്രവേശിപ്പിക്കുകയും ആ പന്നിക്കൂട്ടം മുഴുവനായും തടാകത്തിൽ ചാടി ചാകുകയും ചെയ്യുന്നത് കണ്ട് തങ്ങൾക്ക് സംഭവിച്ച വലിയ നഷ്ടത്തിൽ സങ്കടവും ദേഷ്യവും വന്ന പന്നികളെ മേയിക്കുന്നവർ ഗരസേന പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലും ചെന്ന് ജനത്തെ യേശുവിനെതിരെ പ്രകോപിച്ചിട്ടുണ്ടാകുവാൻ സാധ്യതയുള്ള സമയം. കാരണം അത്ര വലിയ ഒരു നഷ്ടമാണ് ഈ മനുഷ്യൻ തങ്ങൾക്ക് വരുത്തി വച്ചിരിക്കുന്നത്. ഒരു പിശാചുബാധിതനു വേണ്ടി തങ്ങളുടെ ഒരു വലിയ മൃഗസമ്പത്തിനെ നശിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇത് കേട്ട് അവൻ്റെ അടുത്ത് വന്നവർക്ക് അവനെതിരെ വിധിപ്പാൻ അധികം സമയം വേണ്ടി വന്നില്ല. തങ്ങളെ വിട്ടുപോകണം എന്ന അവരുടെ തീരുമാനം അവർ യേശുവിനെ അറിയിക്കുകയാണ്. തങ്ങളുടെ പട്ടണത്തിലേക്ക് വന്നവൻ്റെ മഹത്വം മനസ്സിലാക്കാതെ, യേശു ദൈവത്തിൽ നിന്നുള്ള ദൈവപുത്രനാണെന്ന സത്യം തിരിച്ചറിയാതെ, ആ അധികാരത്താലാണ് വളരെ കാലമായി പിശാചു ബാധിച്ചവൻ സുഖപ്പെട്ടത് എന്ന സത്യം മനസ്സിലാക്കാതെ തങ്ങളിൽ നിന്നും ദൂരത്തേക്ക് വിട്ടുപോകണം എന്നാവശ്യപ്പെട്ട് തങ്ങളുടെ പട്ടണത്തിൻ്റെ ദൈവകൃപയ്ക്കായി, തങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ദൈവ സാക്ഷ്യത്തിനായി ആ ദൈവപുത്രനെ സ്വീകരിക്കുവാൻ തയ്യാറാകാതെ വരുന്ന ഒരു ജനത. ആ ജനതയുടെ കൂടെ അറിയാതെ നമ്മിൽ ആരെങ്കിലും നിൽപ്പുണ്ടാകുമോ? ഇല്ലായിരിക്കുമല്ലേ? അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.